എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതി ബാലൻ. സ്കൂൾ കാലം എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലമാണ്. ഓർമ്മകളിലെന്നും നിറഞ്ഞു നിൽക്കുന്ന മഴവില്ലിൻ്റെ ഭംഗിയുള്ള കാലം തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ഓരോരുത്തരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോകുന്ന കാലം. എന്നെപ്പോലെ ഭിന്നശേഷിയായ വ്യക്തികളിൽ പലർക്കും സ്കൂൾ കാലം സ്വപ്നം മാത്രമാണ്. ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടികളെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കും. അവർ കുഞ്ഞേ കുടകളും ബാഗുകളും കൊണ്ട് അമ്മമാരെ കൂടെ പോകണ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാകും. അപ്പോൾ എൻ്റെ അനിയത്തിമാർക്ക് സ്കൂളിൽ പോകാൻ ബാഗും കുടയും പുസ്തകമൊക്കെ വാങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്കും വാങ്ങിത്തരും. അങ്ങനെ ഇരിക്കെ എല്ലാവരും പറഞ്ഞു, മഠത്തിൽ കൊണ്ട് പോയാൽ കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് എൻ്റെ അമ്മ എന്നെ കൊണ്ട് മഠത്തിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തും. അത് കഴിഞ്ഞ് ഞാൻ അവർ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് അങ്ങനെ 2-3 കൊല്ലം ഞാൻ നഴ്സറിയിൽ പോയി. പക്ഷേ ആ നഴ്സറിയിൽ ഏറ്റവും വലിയ കുട്ടി ഞാനാട്ടാ. എന്താ വെച്ചാൽ 5-10 വയസ്സൊക്കെ ആയിട്ടാണ് എന്നെ നഴ്സറിയിൽ കൊണ്ടുപോയത്. അപ്പോൾ 3 വർഷം പഠിച്ചപ്പോൾ 10-13 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, പുസ്തകം വായിച്ചു, അങ്ങനെ ട്യൂഷൻ എടുക്കും. ട്യൂഷൻ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഞാൻ ട്യൂഷനൊന്നും ഇരിക്കില്ല. ടീച്ചർ മാഷും പറയണതൊന്നും ഞാൻ എഴുതിയില്ല. ഞാൻ അവിടെ ഇരുന്ന് കളിക്കും. നമുക്കറിയില്ലല്ലോ പഠിപ്പിന് ഇത്ര വിലയുണ്ടെന്ന്. ഇപ്പോഴാണ് ആ വില ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ആ 2-3 കൊല്ലം ഞാൻ മഠത്തിൽ പോയി പഠിച്ച കാരണം എനിക്ക് വായിക്കുവാനും അത്യാവശ്യം എഴുതുവാനും അറിയും. ഞാൻ ചെറുപ്പത്തിൽ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും വായിക്കാൻ പറ്റുന്നത്. പിന്നെ ആ പുസ്തകങ്ങളൊക്കെ ഞാൻ നിർത്തി. അങ്ങനെ എങ്കിലും എനിക്ക് ഇങ്ങനെയെങ്കിലും എഴുതാനും വായിക്കാനും പറ്റുന്നുണ്ടല്ലോ. തീരെ എഴുതാനും വായിക്കാനും പറ്റാത്തവരുടെ കാര്യം ആലോചിച്ചു നോക്കൂ. അവർക്ക് എന്തോ ഒരു വിഷമമാണ് ഉണ്ടാകുമെന്നറിയുമോ? നമുക്ക് ഇത്ര കുറച്ചെങ്കിലും അറിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലാഗ്രഹം, അയ്യോ എനിക്ക് അവരെ പോലെ ആവാൻ പഠിക്കാൻ പറ്റിയില്ലല്ലോ, അവർ ചെയ്യണ പോലെ ഇംഗ്ലീഷ് പറയാനും എഴുതാനും ഒന്നും പറ്റണില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും. എന്നാലും ഞാൻ വിചാരിക്കും, തീരെ എഴുതാനും വായിക്കാനും പറ്റാത്തവരെക്കാളും ഒരു പൊടി കൂടുതൽ ഞാനാണല്ലോ എന്ന് ഞാൻ ആശിക്കും. അങ്ങനെ ഇത്രയെങ്കിലും എനിക്ക് വായിക്കാനും പഠിക്കാനും പറ്റിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.